ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചിക്കൻ കറിയാണ് വെച്ചേക്കണേ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ അത് ഞാൻ വറുത്ത് വെച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലകളൊക്കെ പുരട്ടി വയ്ക്കുകയാണ്. അതിന് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതും കൂടി ചേർത്ത് വെച്ചിട്ട് നല്ലോണം ഞെരടി ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ടാണ് ഞാൻ വറക്കാനെടുത്തേട്ടോ. കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞെരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചോളൂല്ലോ. ഒരു 10 മിനിറ്റ് നേരം വെക്കണം. എന്നിട്ട് ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുത്ത് എടുത്തേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം കുഴച്ച് പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ചീനച്ചട്ടിയിൽ, ഞാൻ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. ഇതിനകത്ത് നല്ല ചൂട്, ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം മൂത്തതിന് ശേഷം ഈ ചിക്കനൊക്കെ ഇട്ട് വറുത്തെടുക്കാം. വറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്രിസ്പി ആവണ്ട, ഒരുവിധം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് ഒരു 5-6 മിനിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ആവിയിലൊന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. അടയ്ക്കുമ്പോൾ ആ ആവിയിൽ വെന്ത് കിട്ടുമല്ലോ. പിന്നെ ഇത് പതുക്കെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ. ഈ ചിക്കൻ വറുത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഗ്രേവിയോടുകൂടി ആകുമ്പോൾ നമുക്ക് മറ്റേ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം. പിള്ളേർക്ക് ചപ്പാത്തിയോ പൊറോട്ടയൊക്കെയാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും അങ്ങോട്ട് വറുത്ത് കോരി എടുക്കണ്ട. അതാണ് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അധികം ക്രിസ്പി ആയിട്ടുമില്ല. അത് കോരി എടുത്തതിന് ശേഷം ഈ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതിനകത്ത് തന്നെയാണ് ഞാൻ മറ്റേതൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കറിവേപ്പിലയിട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഈ സവാള ഇടുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചൊരു ലേശം ഒരു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് വാടി വാടിയോ കിട്ടും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മരിഞ്ഞ് കിട്ടട്ടെ. ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം വഴറ്റി എടുക്കാം. എന്നിട്ട് ഇത് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ നേരത്തെ ചേർത്തതിൻ്റെ പകുതി പൊടി ചേർത്താൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി നേരത്തെ ചേർത്ത പോലെ തന്നെ അതിൻ്റെ പകുതി ചേർത്ത് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ടേക്കാം. നല്ലോണം വഴന്ന് കിട്ടുന്നുണ്ട്.
ഏകദേശം ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടട്ടെ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടായ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ശരിക്കും വറുത്ത ചിക്കനാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അടച്ചു വെച്ച് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ഗ്രേവി ഉണ്ട്. ഗ്രേവി ഉള്ളത് നല്ലതാണല്ലോ. നല്ല കുറുകിയ ചാറാകുമ്പോഴത്തേക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ അധികം അങ്ങ് വറ്റിച്ചെടുത്തില്ല. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പെരുംജീരകത്തിൻ്റെ ഇച്ചിരി പൊടി ഇടണം കേട്ടോ. അത് ഞാൻ പെരുംജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു വാസനയും ഒരു ടേസ്റ്റും കേട്ടോ ഈ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ. അത് ബീഫിനായാലും ചിക്കനായാലും ഒരു പ്രത്യേകതയാണ്. പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഒരു തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ല കുറുകിയ ചാറോടുകൂടി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, അതിൻ്റെ എരിവ് ഉപ്പ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആട്ടോ. എന്നൊക്കെ അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം കേട്ടോ. 2 വെള്ളയപ്പം എടുത്തിട്ടുണ്ട്. അത് കൊച്ചുമോക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അവൾക്ക് ഇത് ചോറ് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുവാണ്. ഗ്രേവി വേണം അവർക്കൊക്കെ, നന്നായിട്ട് ഗ്രേവി വേണം. ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ മുതലൊരു പൂച്ച ഇങ്ങനെ കിടന്ന് കരയും കേട്ടോ. ആ ചെടികളുടെ ഇടയിലൊക്കെ കിടന്ന് ഈ ചിക്കൻ്റെ മണം കേട്ടിട്ട് എന്താ അങ്ങനെ വരാത്തതാണ്. അപ്പോൾ വേവിച്ചപ്പോൾ ഒരു കഷ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ജലൻ്റെ അടുക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുക. അപ്പോൾ കൊച്ചു മോള് ഒരു കഷ്ണം കൊടുത്തവരോട് ഞാൻ ഹാപ്പി ആയി. അത് കുറച്ച് നേരമൊക്കെ കടിച്ച് നിന്നിട്ട് ചൂടുണ്ടേ, അതും കൊണ്ടങ്ങ് പോവുക ചെയ്തേട്ടോ. എൻ്റെ ചെടിയുടെ ഇടയിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പം ഞാൻ ആ ചെടിയുടെ കുറച്ച് വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റീപ്ലാന്റ് ചെയ്ത ചെടികളാട്ടോ ഈ മണി പ്ലാന്റൊക്കെ. പിന്നെ വേറെ കുറച്ച് ചെടികളൊക്കെ മണ്ണൊക്കെ മാറ്റി ചട്ടിയിൽ പുതിയതായിട്ട് വെച്ചതാണ്. ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.